നമ്മൾ ഇന്ന് നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ആൻറ്റി റാങ്കിങ്ങിൻ്റെ അണ്ടർടേക്കിംഗ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ വർഷം ഇത് UGC എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, എല്ലാ സ്റ്റേറ്റുകളിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാണെങ്കിലും എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, മെഡിക്കൽ, ഏത് ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം മാൻഡേറ്ററി ആണ്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലിങ്ങനെ ഫില്ല് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ ഒന്നും ഇത് ചെയ്യണ്ട. അപ്പോൾ അത് കാരണം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ വേണം. പക്ഷേ നിങ്ങളിതൊന്ന് മനസ്സിലാക്കിയിരിക്കുക, എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുന്നതെന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാറുള്ളത് കേട്ടോ. ഇത് എല്ലാ ഇങ്ങനെയുള്ള സൈറ്റുകളുടെ ഒരു ചെറിയ പ്രശ്നം പോലെ ഈ സൈറ്റിനും ചെറുതായിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നിങ്ങളത് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ആ റെഫറൻസ് നമ്പർ കിട്ടുന്നത് വരെ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ആ റെഫറൻസ് നമ്പർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ആ റെഫറൻസ് നമ്പർ വേണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ റെഫറൻസ് നമ്പർ പിന്നെ നമുക്ക് ഇനിയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കാനോ, പിന്നെ ടീച്ചേഴ്സും നിങ്ങളുടെ അടുത്ത് ആ ഒരു ചെയ്ത് കഴിയുമ്പോൾ ആ റെഫറൻസ് നമ്പർ ചോദിക്കും. അപ്പോൾ നമ്മൾ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ഇത്തിരി താമസം ഉണ്ടാകും. പക്ഷേ നിങ്ങളതിട്ടിട്ട് ആ സ്ക്രീൻ അവിടെ ഇട്ടിട്ട് പോരരുത്. നിങ്ങൾ വീണ്ടും ചെയ്തിട്ട് അത് ആ റെഫറൻസ് നമ്പർ കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ സബ്മിറ്റ് ചെയ്തു, എൻ്റെ ഓക്കെ ആയെന്ന് വിചാരിക്കരുത്. അതിലൊരു നമ്പർ കിട്ടും. ആ നമ്പർ നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കോ എഴുതി വെക്കോ ഒക്കെ അതൊന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു മെയിൽ ID ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ പാരൻസിൽ ആരെങ്കിലും ഒരാളുടെ മെയിൽ IDയും ഫോൺ നമ്പറും ചോദിക്കുന്നുണ്ട്. ഇൻ കേസ് അത് നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ നെയ്ബേഴ്സിൻ്റെയോ ഫോൺ നമ്പറോ മെയിൽ IDയോ ഈ പാരൻസിൻ്റെ സ്ഥാനത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ഫോൺ നമ്പർ ഇല്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും ഫോൺ നമ്പർ കൊടുക്കാവുന്നതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റെഫറൻസ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇവിടെ കോളേജസ് എന്നുള്ളതിന് കൊടുത്തിട്ടുണ്ട്. കോളേജസ് ദാറ്റ് ആർ അഫിലിയേറ്റഡ് വിത്ത് എനി യൂണിവേഴ്സിറ്റി, എനി റെഗുലർ കോളേജ്. ഇവിടെ 3 ഓപ്ഷനാണുള്ളത്. ഇതിൽ കോളേജിൻ്റെ ടൈപ്പ് പറയുന്നത് കോളേജ് ദാറ്റ് ആർ അഫിലിയേറ്റഡ് വിത്ത് എനി യൂണിവേഴ്സിറ്റി, എനി റെഗുലർ കോളേജ്. ഇനി സെക്കൻഡ് വൺ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് ആർ നോട്ട് ഡിപ്പെൻഡ് ഓൺ എനി യൂണിവേഴ്സിറ്റി, ടീച്ചിങ്, ട്രെയിനിങ്, നഴ്സിംഗ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു യൂണിവേഴ്സിറ്റി ഒന്നും ഇല്ലാത്ത ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. മൂന്നാമത്തത് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി ആർ പ്രൊവൈഡ് കോഴ്സസ് വിത്തൗട്ട് എനി കോളേജ്, അതായത് യൂണിവേഴ്സിറ്റി തന്നെ ചില കോളേജുകൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ചൂസ് യുവർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ടൈപ്പ്, കോളേജാണ് നമ്മൾ മിക്കവരും കൊടുക്കേണ്ടത്, കോളേജ് തന്നെയാണ്. അപ്പോൾ ആ കോളേജ് നമ്മളൊന്ന് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, കോളേജ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു അണ്ടർടേക്കിംഗ് രജിസ്ട്രേഷൻ ഫോം ഫോർ കോളേജസ് എന്ന് പറഞ്ഞ് കാണിക്കും. സ്റ്റാർ മാർക്ക് ചെയ്തേക്കണേക്കെ മാൻഡേറ്ററി ആണ്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ സബ്മിറ്റ് ആവില്ല. സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ചോദിച്ചിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് കൊടുക്കുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള പോലെ കൊടുക്കുക. നിങ്ങളുടെ മിഡിൽ നെയിം അത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമും കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പേര് ഒരു ഇനിഷ്യൽ ഉണ്ടെങ്കിൽ വേറെ ഒന്നുമില്ലെങ്കിൽ ആ ഇനിഷ്യൽ ലാസ്റ്റ് കൊടുത്താലും മതി കേട്ടോ. നിങ്ങളുടെ ആദ്യം വരുന്ന പേര്, പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലവരുടെ പാരൻസിൻ്റെ പേര് ചേർന്ന് വരും, ചിലപ്പോൾ ഫാമിലി നെയിം ചേർന്ന് വരും. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഇനിഷ്യൽ മാത്രമേ ഉള്ളെങ്കിൽ ആ ഒരു ലാസ്റ്റ് നെയിമിൻ്റെ അവിടെ നിങ്ങളുടെ ഇനിഷ്യൽ കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. ഓക്കെ, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞ് മെയിൽ ID, അതും നിങ്ങളുടെ തന്നെ മെയിൽ ID കൊടുക്കുക. ഇവിടെ ചോദിച്ചേക്കുന്നത് നിങ്ങളുടെ ഇൻഫർമേഷൻസാണ്, പാരൻസിൻ്റെ അല്ല എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. ഇനി ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ത്രോട്ടിനെ. പിന്നെ നിങ്ങളുടെ ജെൻഡർ, അതിനിവിടെ ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവും, മെയിൽ ഓർ ഫീമെയിലിന് നിങ്ങൾക്കത് കൊടുക്കാവുന്നതാണ്. സിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് നിങ്ങളുടെ സിറ്റി? എറണാകുളമാണോ, കോഴിക്കോടാണോ, തൃശ്ശൂരാണോ, ഏതാണോ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ്, ഇതിന് ഇവിടെ ചോയ്സ് ഉണ്ട്, ഏത് സ്റ്റേറ്റാണെന്നുള്ളത്. നമ്മൾ തീർച്ചയായിട്ടും കേരള ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പറയുന്ന നമ്മളുടെ കുട്ടികളൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള പുറത്ത് പഠിക്കുന്ന എന്നറിയില്ല, എന്നിപ്പോൾ കേരള എന്നാണ് ഞാൻ കൊടുക്കുന്നത്. സോ കേരള കൊടുക്കുക. നാഷണാലിറ്റി ഇന്ത്യൻ തന്നെയാണ്. ഇനി പാരൻസിൻ്റെ ഇൻഫർമേഷനാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. നിങ്ങളുടെ പാരൻസിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേര്, അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഫോൺ നമ്പർ ഇല്ല എങ്കിൽ നെയ്ബേഴ്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ കൊടുക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ മെയിൽ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മെയിൽ ID ഇല്ല എങ്കിൽ ഈ പറയുന്ന റിലേറ്റീവ്സിൻ്റെയോ നെയ്ബർ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറിനോ സിസ്റ്ററിനോ ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നെ
2 മെയിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. അത് ഞാൻ ഓപ്ഷനിൽ പറഞ്ഞതാണ് കേട്ടോ. അത് ഇതിൽ അക്സെപ്റ്റബിൾ അല്ല. നിങ്ങളുടെ ഇവിടെ പറയുന്നത് റിലേറ്റീവ് ഓർ ഫ്രണ്ട്സ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നെയ്ബേഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ പാരൻസിൻ്റെ സിറ്റി അത് നിങ്ങൾ എല്ലാവരും സെയിം ആയിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ ആ ഒരു ഇത് ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കോളേജ് ഉണ്ട്, സോറി പാരൻസിൻ്റെ സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കേരള ഉണ്ടാവും. അതിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കേരള ഉണ്ടാവും. അപ്പോൾ കേരള കൊടുക്കുക. ഓക്കെ, കേരള ഉണ്ട്, അത് കൊടുക്കുക. പിന്നെ അദ്ദേഹത്തിന് നിങ്ങളുടെ അഡ്രസ്സ് എന്താണെന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഡ്രാഗ് ഫ്രം ദ ബോട്ടം റൈറ്റ് കോർണർ ടു എക്സ്പാൻഡ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കോളേജ് ആൻഡ് കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് വിച്ച് കോളേജസ് ഈസ് ബേസ്ഡ് അത് ആദ്യം കൊടുക്കുക. ഏത് കോളേജാണ് ഏത് സ്റ്റേറ്റ് ആണ് എന്നുള്ള കാര്യം കൊടുക്കുക. അപ്പോൾ കേരള എന്ന് വന്നു. സോ നിങ്ങളുടെ കോളേജ് നെയിം ഇവിടെ അത് നമ്മൾ കേരള കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ സെലക്ട് കോളേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ചിലപ്പോൾ ആ ഓപ്ഷൻ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ സൈറ്റ് ചെറിയൊരു പ്രശ്നമുണ്ട്, ബഗ്ഗോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പ്രോബ്ലംസ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ഓക്കെ ആക്കിയിട്ടുണ്ടാവും. കാരണം ആദ്യം ചെയ്യുമ്പോഴാണല്ലോ, പിന്നെ അത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് അവർ ക്ലിയർ ചെയ്യും. അപ്പോൾ ഇവിടെ സെലക്ട് കോളേജ് നിങ്ങൾക്ക് കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴേക്കുള്ള ചില കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് വീണ്ടും വന്നിട്ട് ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സെലക്ട് കോളേജ് കൊടുക്കുമ്പോൾ ഇവിടെ കോളേജസിൻ്റെ ഒരു ലിസ്റ്റ് വരും. ഇതിൽ നിങ്ങളുടെ കോളേജാണ് ഏതാണ് എന്നുള്ളത് നോക്കാം. ഇതിൽ ആർട്സ് ആൻഡ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മുടെ സാധാരണ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ലേ, അതുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കോളേജുകളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഏതാണ് ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കോളേജുകളും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണോ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ ജസ്റ്റ് ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടേക്കുന്നത് ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കുവാണ്. ഇപ്പോൾ അൽഅസ്ഹർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നുള്ളത് അങ്ങനെ കൊടുക്കുവാണ്. അത് കൊടുത്തു കഴിയുമ്പോൾ കോളേജ് ഡീറ്റെയിൽസ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. കോളേജിൻ്റെ കോഡ്, കോളേജിൻ്റെ നെയിം, യൂണിവേഴ്സിറ്റി കോഡ്, യൂണിവേഴ്സിറ്റി, അതായത് അൽഅസ്ഹർ APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. സോ അതും അവിടെ കാണിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കോളേജ് ഇവിടെ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ വേറൊരു കോളേജ് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അമൃത എന്നുള്ള ഇത് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ അത് കൊടുക്കുന്നുള്ളൂ. അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, അമൃതപുരി, കൊല്ലം എന്നുള്ളത് അവിടെ കൊടുത്തു. ദെൻ അവിടുത്തെ ആ ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽസ് മാറി. ഇപ്പോൾ കോളേജ് നെയിം അമൃത കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വന്നു. യൂണിവേഴ്സിറ്റി കോഡ് അവരുടെ വന്നു. അവരുടെ യൂണിവേഴ്സിറ്റി അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂരാണ് ആ യൂണിവേഴ്സിറ്റി. സോ അതും കാണിച്ചു. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണോ ഇതിൽ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, ലിസ്റ്റ് ഓഫ് കോളേജസ് ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഏതാണോ അത് ആർട്സ് ആൻഡ് സയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ഓർ ഏതാണോ അതെല്ലാം തന്നെ ഇവിടെയുണ്ട്. അത് നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളുടെ കോളേജിൻ്റെ ഡയറക്ടേഴ്സ് നെയിമാണ്. അത് നിങ്ങളിപ്പോൾ അവിടെ നിങ്ങളുടെ കോളേജിൻ്റെ വെബ്സൈറ്റിലുണ്ടാവും. അല്ലെങ്കിൽ മിക്കവാറും ഇത് നിങ്ങൾ ഇപ്പോൾ ഒന്ന് ഫില്ല് ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ കോളേജിൻ്റെ ഡയറക്ടറിൻ്റെ പേര്, കോളേജിലെ ഫോൺ നമ്പറും ഇത് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. കോളേജിൻ്റെ ലാൻഡ് ലൈൻ നമ്പറും അതും ആ കോളേജിൻ്റെ വെബ്സൈറ്റിലുണ്ടാവും. നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കുന്നത് എന്നുള്ളത് അതിവിടെ സെലക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഓഫ് യുവർ കോഴ്സാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ UG ആണോ PG ആണോ ഡിപ്ലോമ ആണോ എന്നുള്ള ഒരു ചോയ്സ് അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഡിഗ്രി കോഴ്സുകൾ ഇപ്പോൾ BSc BA അങ്ങനെയൊക്കെയുള്ള കോഴ്സുകളാണെങ്കിലും UG ആണ് കൊടുക്കേണ്ടത്. BTech ആണെങ്കിലും UG ആണ് കൊടുക്കുന്നത്. നമ്മൾ +2 കഴിഞ്ഞിട്ടുള്ള കോഴ്സുകൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ PGയിലാണ് വരുന്നത്. ഇപ്പോൾ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, അത് PGയിലായിരിക്കും വരിക. ബാക്കി നമ്മൾ +2 കഴിഞ്ഞിട്ടുള്ള മിക്ക കോഴ്സുകളും വരുന്നത് UGയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ UG ഡിപ്ലോമ പറയുന്നുണ്ട്, UG ഡിഗ്രി പറയുന്നുണ്ട്. നമ്മൾ ഏതാണോ അതാണ് കൊടുക്കേണ്ടത് കേട്ടോ. UG ഡിഗ്രി ആണെങ്കിൽ, ഡിപ്ലോമ അല്ല. നമ്മൾ ഇപ്പോൾ പോളിടെക്നിക്ക് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെയാണ് ഡിപ്ലോമ നമ്മൾ മെയിൻലി പറയുന്നത്. അതല്ലാതെ മറ്റ് കോഴ്സുകളൊക്കെ UG ഡിഗ്രി എന്നുള്ള ഇതിൽ കൊടുക്കുക, +2 കഴിഞ്ഞിട്ടുള്ള കോഴ്സുകൾ. ഓക്കെ, ഇനി അടുത്തത് നെയിം ഓഫ് ദ കോഴ്സ്. ഏത് കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പോൾ BA ഇംഗ്ലീഷ് ചെയ്യുന്നവരാണെങ്കിൽ BA അങ്ങനെ കൊടുക്കുക, BSc ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അതല്ല BTech ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഏത് കോഴ്സാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു കോഴ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികൾ, അതാണ് ഞാൻ പറയുന്നത്. അത് മാൻഡേറ്ററി അല്ല.
ഓക്കെ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളോട് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുന്നുണ്ട് ആൻറ്റി അഫിഡവിറ്റ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ നമ്പറായിട്ട് വരണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അഡ്മിഷൻ അവിടെ ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ഉറപ്പായതിന് ശേഷം മാത്രം ഇത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഏത് കോളേജിലാണോ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് അപ്പോൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിതിപ്പോൾ അവിടെ ഇരുന്ന് തന്നെ, ഇപ്പോൾ നിങ്ങൾ സ്പോട്ടിലൊക്കെ പോകുമ്പോൾ ഇത് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അവിടെ ഇരുന്ന് തന്നെ ഫില്ല് ചെയ്യാം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ സൈറ്റ് എടുത്ത് തരുന്നതും അതുപോലെ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നും പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്നതിൽ ഒരു കൺഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന സാറിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അവർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്നുള്ളത്. സോ അത് ക്ലിയർ ചെയ്ത് തരും, എന്നിട്ട് ഫില്ല് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ പിടിക്കേണ്ട എന്നുള്ളത്. നിങ്ങൾക്ക് സൈറ്റ് മനസ്സിലായി, ഞാൻ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സൈറ്റ് മനസ്സിലാവും. കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ അവിടെ ഇരുന്നൊന്ന് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഈ ചെറിയ ഇപ്പം അത് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റിയല്ലോ. ആദ്യം നമുക്ക് കോളേജുകൾ സെലക്ട് ചെയ്യാൻ ഇത്തിരി പാടുണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് എന്നുള്ളത് മാൻഡേറ്ററി അല്ല. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ചേർന്നിട്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഡിഗ്രിയൊക്കെ കുട്ടികൾ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്പർ ആ ഒരു ഇത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് വിട്ടേക്കുക. കാരണം അത് സ്റ്റാർ കൊടുത്തിട്ടില്ല, അത് മാൻഡേറ്ററി അല്ല. ഇനി നിങ്ങൾ ഏത് വർഷമാണ് പഠിക്കുന്നത് എന്നുള്ളത്, ഇപ്പോൾ തേർഡ് ഇയർ പഠിക്കുന്നവരാണെങ്കിലും ഈ വർഷം മാൻഡേറ്ററി ആക്കിയേക്കണേം കൊണ്ട് ചിലപ്പോൾ അവർ ഇപ്പോഴായിരിക്കും അത് ചെയ്യുന്നത്. ഓക്കെ, അവർ ആദ്യം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇത്രയും നാളിത് UGC ഇത്ര നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷമാണ് ഇത്രയും ഇത് ചെയ്യണം എന്ന് മസ്റ്റായിട്ട് പറഞ്ഞേക്കുന്നത്. അതിനായിട്ട് ഒരു അവറും കൊടുത്തൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അത് ചെയ്യിക്കുന്നത്. സോ ഏത് ഇയർ ആണെന്നുള്ളത് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവും. അപ്പോൾ അത് കൊടുക്കുക കേട്ടോ. 5 വർഷത്തിൽ കൂടുതലുള്ള ഏതെങ്കിലും ഡിഗ്രി ആണെങ്കിൽ അതേഴ്സ് കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, അത് ഏതെങ്കിലും ഇപ്പോൾ മെയിനായിട്ടുള്ള, ഇപ്പോൾ കിസാറ്റൊക്കെ ആണെങ്കിൽ തൃക്കാക്കര തന്നെ പോലീസ് സ്റ്റേഷനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാം. നിങ്ങളുടെ അടുത്തുള്ള ഏതാണോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തുള്ള, ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഏതൊരു മെയിൻ സിറ്റി ആണെങ്കിൽ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിലൊന്നും കൂടുതൽ വെറി ആവേണ്ട, അതൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് മാൻഡേറ്ററി ആണ്, പക്ഷേ അത് അവിടെ വേണം കേട്ടോ. ഇനി UGC റെഗുലേഷൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് നോക്കുക. ഐ കൺഫേം ദാറ്റ് ഐ ഹാവ് റീഡ് UGC റെഗുലേഷൻ ഓൺ ആൻറ്റി റാഗിങ്. ടു റീഡ് ക്ലിക്ക് ഓൺ ദ ലിങ്ക്. അപ്പോൾ നിങ്ങൾക്കത് വായിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അബ്സ്ട്രാക്റ്റ് ഓഫ് UGC റെഗുലേഷൻ ഓൺ റാഗിങ് എന്ന് പറഞ്ഞിട്ടൊരു റെഡ് ഇതിൽ ലിങ്ക് എനബിൾ ആണ്. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. അതല്ല വായിക്കുന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി. ഓക്കെ, വാശി വെക്കുന്നത് നല്ലതാണ്. നമ്മൾ എന്തൊരു കാര്യം അണ്ടർടേക്കിംഗ് സമ്മതം കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വാശി വെക്കുന്നത് നല്ലതാണ്. ഇനി ഐ കൺഫേം ദാറ്റ് ഐ ഹാവ് റീഡ് ദ ജഡ്ജ്മെൻറ്റ് ഓൺ ഓണർ ഓഫ് സുപ്രീം കോർട്ട് ഓൺ പ്രിവെൻഷൻ ഓഫ് റാഗിങ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സമ്മറിയും നിങ്ങൾക്കിവിടെ വായിക്കാൻ പറ്റും. പിന്നെ അടുത്തത് ഐ പ്രോമിസ് ദാറ്റ് ഐ വിൽ നോട്ട് indulge in ragging or any form of violent behavior, neither will I tolerate being ragging or subject to violence എന്നുള്ളത് അത് നിങ്ങൾ നോക്കിയിട്ട് അത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഓരോന്നും വായിച്ച് നോക്കിയിട്ട് അവിടെ ടിക്ക് കൊടുക്കണം. കണ്ടോ, അങ്ങനെ ഒരു ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബ്ലൂ ടിക്ക് വരും. എന്നിട്ട് കോൺഫിഡൻഷ്യൽ സർവേ എന്ന് പറഞ്ഞിട്ട് ഒരു സർവേ ഉണ്ട്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കേട്ടോ. ഇതാണ് നിങ്ങൾക്കുള്ള ചെയ്യേണ്ട. ഇതിനു വേണ്ടിയാണ് ഇവർ ഈ അഫിഡവിറ്റ് അല്ലെങ്കിൽ ഈ ഒരു അണ്ടർടേക്കിംഗ് കൊടുക്കാൻ പറയുന്നത്. സോ വെർ യു എവർ റാഗ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ ഓർ എസ് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നോയിലാണ് കിടക്കുന്നത്. നിങ്ങൾ എസ് എങ്ങാനും കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ നടപടി എടുക്കണം. നിങ്ങളത് ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് പോകാം മുമ്പോട്ട്. പക്ഷേ നിങ്ങൾ അറിയാതെ ആണെങ്കിൽ എസ് കൊടുക്കരുത്. കാരണം നമ്മളിപ്പോൾ അങ്ങനെ റാഗിങ് ചെയ്തിട്ടുണ്ട്, റാഗിങ്ങിന് നമ്മൾ വിധേയരായിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രൂഫുകളും നമ്മൾ കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് ഇത് കാര്യങ്ങൾ എന്താണോ നിങ്ങളുടെ ഇപ്പോൾ റാഗ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇത് അനുഭവിച്ചവരാണ്, എനിക്കത് ആ അവസരത്തിൽ എനിക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോഴാണ് എനിക്കൊരു അവസരം വന്നത് എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യാം. അതല്ല, അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ലാത്തവർ ഒരിക്കലും എസ്സിലേക്ക് പോകരുത്. നോ ആണ് ഇവിടെ ബ്ലൂവിൽ ഓൾറെഡി ടിക്ക് കൊടുത്തേക്കുന്നത്. ആ നോ തന്നെ ക്ലിക്ക് ചെയ്ത് പോവുക. ഡിഡ് യു എവർ റാഗ് എനിബഡി എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ഇതിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള
മോശമായിട്ട് അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് എസ്സാണ് കൊടുക്കണമെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനും കോർട്ടിലെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ അതൊക്കെ വായിച്ച് നോക്കിയിട്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് ചെയ്യുക. അതെല്ലാം നോർമൽ കേസിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളവർ തീർച്ചയായിട്ടും നോ തന്നെ കൊടുക്കുക കേട്ടോ. അറിയാതെ പോലും എസ് ഒന്നും ക്ലിക്ക് ചെയ്ത് കളയരുത്. ഇനി വാട്ട് ഈസ് ദ ഫോൺ നമ്പർ ഓഫ് നാഷണൽ ആൻറ്റി റാഗിങ് ഹെൽപ്പ് ലൈൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് 1800-180-5522 ആണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ആൻറ്റി റാഗിങ് ഹെൽപ്പ് ലൈൻ നമ്പറിന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക 1800-180-5522 ആണ് ആൻറ്റി റാഗിങ്ങിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ കേട്ടോ. അത് മാൻഡേറ്ററി ആണ്. ഇനി ഡസ് റാഗിങ് ഹാപ്പൻ ഇൻ യുവർ കോളേജ്? ഇതും നിങ്ങൾ അറിയാതെ ആണെങ്കിൽ പോലും മൈൽഡെന്നോ സെർവെന്നോ അങ്ങനെയൊന്നും ക്ലിക്ക് ചെയ്ത് കൊടുക്കരുത്. കാരണം നിങ്ങളുടെ കോളേജ് പെടും. കാരണം ഇത്രയും നാൾ ഇവർ ഇത് റിപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ, അതായത് അങ്ങനെ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യരുത് എന്നല്ല പറയുന്നത്, ഇതിൻ്റെ കോൺസിക്വൻസും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. ആലോചിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കുറച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെറുതെ അന്ന് ക്ലിക്ക് ചെയ്ത് പോകില്ലേ, അങ്ങനെ ക്ലിക്ക് ചെയ്യരുത്. ആലോചിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, അങ്ങനെ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന് ഞാൻ വിറ്റ്നസ് ആണോ, അപ്പോൾ നിങ്ങളും ഈ വിറ്റ്നസ് ആവണം, അതിൻ്റെ പ്രൂഫുകൾ കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ തന്നെ ഇതിൽ ആലോചിച്ച് ചെയ്യുക കേട്ടോ. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ, ഇങ്ങനെയുണ്ട്. സോ നിങ്ങൾ വെറുതെ ആണെങ്കിൽ പോലും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കരുത്. വെറുതെ നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകില്ലേ, അങ്ങനെ പോകരുത്. ആലോചിച്ചിട്ട് കൊടുക്കുക. ഇത് ആൻറ്റി റാഗിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം ഇതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോട് കൂടെ പറയാം കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഇതായതുകൊണ്ട് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. ചിലവരൊക്കെ നമ്മൾ പറയണ കേട്ടിട്ടുണ്ട്, എനിക്ക് അവൻ്റെ കയ്യിൽ ഇടി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ആ ഇടി എനിക്ക് പന്ന കുട്ടികൾക്കും കൊടുക്കണം എന്നൊരു മെൻറ്റാലിറ്റിയിലേക്ക് നിങ്ങൾ പോകരുത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാൻ എന്താണോ അനുഭവിച്ചത് അത് അടുത്ത ജനറേഷനിൽ അനുഭവിപ്പിക്കരുത് എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ ഈ റാഗിങ്ങിനെ പറ്റി പറയുമ്പോഴേ വളരെ 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 സീരിയസ് ആയിട്ടുള്ള, ജസ്റ്റ് ഒരുത്തനെ കളിയാക്കൂലേ നമ്മൾ, ഒരു കറുമ്പ അല്ലെങ്കിൽ അവൻ്റെ ഏതെങ്കിലും ഒരു പേരൊക്കെ വിളിച്ചിട്ട് നമ്മൾ വിളിക്കുന്നത്, ലൈക്ക് ഒരു ലോവർ കാസ്റ്റ് ആണെങ്കിൽ ആ കാസ്റ്റ് നെയിമോ അല്ലെങ്കിൽ അതൊക്കെ വിളിച്ച് നമ്മൾ കളിയാക്കുന്നത് പോലും ആൻറ്റി റാഗിങ്ങിൽ പെടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയേഴ്സാണ്, നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യില്ലായിരിക്കും. സെക്കൻഡ് ഇയേഴ്സ് ഇത് കേൾക്കാനുള്ള സാധ്യത കുറവാണ്. കുറേ പേരൊക്കെ ഉണ്ട്, എന്നാലും ചിലപ്പോൾ കേൾക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഓർക്കുക, നിങ്ങൾ സെക്കൻഡ് ഇയേഴ്സ് ആണ് അല്ലെങ്കിൽ സീനിയേഴ്സ് ആണെങ്കിൽ തമാശക്കാണെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. അവർ കംപ്ലയിൻറ്റ് കൊടുത്താൽ നിങ്ങൾ പെടും. നിങ്ങൾക്കറിയാമല്ലോ, റാഗിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ നിങ്ങളുടെ കരിയറൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞിട്ട് I have checked the form and confirmed that all the details are correct. അതും ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഫോം സബ്മിറ്റ് ചെയ്യാം. ഇവിടെയാണ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ആദ്യത്തിലുണ്ടായിരുന്നു, ഇപ്പം ഉണ്ടാവണം. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ട സമയമാകുമ്പോൾ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ വീണ്ടും റീസബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ റീലോഡ് ചെയ്യുമ്പോൾ ഓക്കെ ആവും. ചിലപ്പോൾ റീലോഡ് ചെയ്യുമ്പോൾ ആദ്യം മൂലം ഒന്നും കൂടി ടൈപ്പ് ചെയ്യേണ്ടി വരും. അത് നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തുമാവട്ടെ, സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും. അതാണ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞത് കേട്ടോ. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം. കാരണം ഇത് മാൻഡേറ്ററി ആയതുകൊണ്ട് കോളേജുകൾ ഇത് നിർബന്ധം പറയും, അവർക്ക് ആ നമ്പർ വേണം. പിന്നെ നിങ്ങൾക്കും എന്തെങ്കിലും അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിലൊക്കെ നമ്മളിപ്പോൾ റിസൾട്ട് നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു നമ്പർ അടിച്ചു കൊടുക്കൂലേ, എക്സാം ഉള്ള ആ ഒരു നമ്പർ അടിച്ചു കൊടുക്കൂലേ, അതുപോലെ നമുക്കിത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആ നമ്പർ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ നമ്പർ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് നോട്ട് ചെയ്ത് വച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ആൻറ്റി റാഗിങ്. അപ്പോൾ ഒന്നുകൂടി പറയുവാണ്, നിങ്ങളിതിപ്പോഴൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കോളേജുകൾ ഇൻസ്ട്രക്ഷൻ തരും എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ ഒരു ടൈം ചെയ്താൽ മതി. ഇപ്പോൾ ചില കോളേജുകൾ അഡ്മിഷൻ്റെ സമയത്ത് ആൻറ്റി റാഗിങ്ങിൻ്റെ ആ ഒരു റെഫറൻസ് നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് അതനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.